ഡിയേഴ്സ്, നമ്മളെ കണ്ണൂർ ഓണം ട്രേഡ് ഫെയർ വന്നത് നിങ്ങൾ അറിഞ്ഞിനാ? അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതായി പറഞ്ഞ്, അറിഞ്ഞവരുണ്ടെങ്കിൽ പോയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിക്ക്. അത്രക്കും സംഭവമാണ്, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കണ്ണൂർ ഈ ഓണം ഫെയറും എക്സിബിഷനൊക്കെ വന്നതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്ന ഒരു ഓണം ഫെയർ തന്നെയാണ് ഇത്. നമ്മൾ കണ്ണിനും കാതിനും എന്താ പറയണ്ട എക്സ്പീരിയൻസും അത് വേറെ തന്നെ ഒരു വൈബിലേക്ക് കൊണ്ടുപോകുന്ന ഓണം ഫെയറാണ്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 150 രൂപയാണ്. 5 വയസ്സിന് മുകളിലാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പം ഞാനും എൻ്റെ ഹംദാന പോയിട്ടുണ്ടായത്. അപ്പോൾ ഹംദാന 5 വയസ്സായതുകൊണ്ട് ഞാൻ അവന് ടിക്കറ്റ് എടുത്തിട്ടില്ല, എനിക്ക് മാത്രം ഞാൻ ടിക്കറ്റ് എടുത്ത്. ആ 150 രൂപ കൊടുത്തതിന് എന്തുകൊണ്ടും മുതലായിന്. പിന്നെയെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലമല്ലേ വേണ്ടേ. എന്നാൽ പിന്നെ വേഗം നമ്മൾ കണ്ണൂർ ഓണം ട്രേഡ് ഫെയറിലേക്ക് വിട്ടോ. നമ്മൾക്ക് എത്ര അടിപൊളി ഫോട്ടോസ് എടുക്കാനും ഉള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇനി ദുബായി പോയിട്ട് ദുബായിലെ മിറാക്കിൾ ഗാർഡൻ കാണാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള വിഷമം നിങ്ങൾക്ക് വേണ്ട. അത് നമ്മൾ ഈ ഓണം ഫെയറിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. അത്രക്കും എന്താ പറയണ്ടത്, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മനുഷ്യരുടെ ഓരോരോ കഴിവല്ലേ, എന്താ പറയണ്ടത്, ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ. മാഷാ അല്ലാഹ്, ഇതൊക്കെ ഇവിടുത്തെ ഫ്ലവേഴ്സൊക്കെ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കാണ്. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് പ്ലാസ്റ്റിക്കാന്ന് തോന്നിയേ ചെയ്യില്ല. അതിന് നല്ലൊരു നാച്ചുറലായിട്ടുള്ള ലുക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ ദുബായിലെ മിറാക്കിൾ ഗാർഡനിലുള്ള പോലെ ഓരോരോ ആനിമൽസിനെയും ബേഡ്സിനെയും ഈ ഫ്ലവേഴ്സ് കൊണ്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര ആൾക്കാർ എത്ര ദിവസം കൊണ്ട് എടുത്ത് സെറ്റ് ചെയ്തിരിക്കും അല്ലേ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും. അത്രക്കും അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ ദിവസമായി, ഇത് 3-4 ദിവസമായി തുടങ്ങിയിട്ട് പോകണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഓരോരോ ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഒരു വിധം പോയി. ഇതാ നോക്കറാ, ഒരു പണ്ടലിരുന്ന് ഡാൻസ് കളിക്കുന്നത്, വാവ്. പിന്നെ കുറേ ആനിമൽസിനും ഇതാ ഹെലികോപ്റ്ററിൻ്റെ മേലെയൊക്കെ ചെയ്തിട്ട് ഇതൊരു ഒന്നൊന്നര കാഴ്ച തന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ മക്കളെ കൊണ്ടും എല്ലാവരെയും കൊണ്ടും നമ്മൾക്ക് ഫോട്ടോ എടുത്ത് മരിക്കാം. എന്നാ പറയണ്ടത്, നമ്മളിപ്പോൾ എവിടെ പോയാലും നമുക്ക് ഫോട്ടോസാണെന്നല്ല വേണ്ട. ഈ ഫോട്ടോസ് എടുത്തിട്ടോ മെമ്മറി ഫുള്ളാകുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷെ എന്നാലും മനസ്സിനൊരു സുഖം. അപ്പോൾ 150 രൂപ എന്തായാലും നഷ്ടമാവില്ല. നിങ്ങൾ എന്തായാലും ഇവിടെ പോയിക്കേ. ഈ പൂക്കളും ഇവിടെ നിന്നൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാഴ്ചയുണ്ട്. എൻ്റെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്. അതെന്താന്ന് വഴിയെ തന്നെ നിങ്ങൾക്ക് കാണിച്ചേ. ഇതൊക്കെ നോക്കിയിട്ട് കണ്ണിലുരുട്ടുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയൊക്കെ മെയിനായിട്ട് തന്നെ കണ്ട് ആസ്വദിക്കാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിലധികം ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുക. പിന്നെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുക നമ്മളങ്ങ് ദുബായിലെത്തിയത്. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നിന്ന് ഇതാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുട അടിമറിച്ച് വെച്ചിട്ട് നമ്മൾ പണ്ട് മഴയത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കുമല്ലേ. ഇതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയായതോ. ഇതൊക്കെ ഓരോരോ രാജ്യത്തിൻ്റെ മോഡൽസാണ്. അപ്പോൾ അത് ഫ്ലക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവരെ. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ ചളവളാന്നാക്കുന്നില്ല. നിങ്ങൾ ഇതൊന്ന് കണ്ടു. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചളവളാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബോറടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എത്തുമ്പം പറയും, പിന്നെ ഇത് പറയാണ്ടിരിക്കാൻ വയ്യ. ഈ ഹൊററില്ലേ, ഹൊററിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടുത്തെ മ്യൂസിക് കേട്ടിട്ട് തന്നെ എനിക്ക് മോനിക്ക് പേടിയായി. ഹൊറർ ഹൗസിൻ്റെ അവിടെ ഞാൻ മോനോട് പറഞ്ഞ്, മോനെ നമുക്ക് അവിടെ കയറണ്ട. ഓനും പറഞ്ഞു അതേ ഉമ്മ കേൾക്കുമ്പോൾ തന്നെ പേടിയാന്ന്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതാ നോക്കിയ ഒരു റോബോട്ട്. ആ കുരിപ്പിന് ഞാൻ കൈ കൊടുക്കാൻ പോയിട്ട് അത് എനിക്ക് കൈ തന്നില്ല. എന്താ ഞാൻ ഇഷ്ടമായിട്ടില്ലേ എന്താണെന്നറിയില്ല. അത് ഞാൻ കൈ നീട്ടിയപ്പോൾ കൈ പിൻവലിച്ചേ. പിന്നെ തരുന്നുണ്ട്. എന്നോട് പറഞ്ഞു നീ വേണമെങ്കിൽ പിടിച്ചു, അണക്ക് എൻ്റെ കൈയൊന്നും പിടിക്കാൻ കഴിയില്ല. ഞാൻ തന്നെ വിളിച്ച്. പിന്നെ ഇതാ ഇല്യൂഷൻ ടണൽ, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഇത് ഞാനും ഹംദും കൂടി കയറിയെന്ന് ഹംദുവിന് പേടിയായിട്ട് വേണ്ടാന്ന് പറയുന്നത്. അപ്പോൾ ആ വോയിസ് ഞാൻ ഇടുന്നില്ല, കാരണം വെച്ചാൽ അവിടുത്തെ മ്യൂസിക് ഉണ്ട്, ചിലപ്പോൾ എനിക്ക് കോപ്പി റൈറ്റ് വരും. ഇവിടെ കയറിയാൽ ശരിക്കും നമ്മൾ ഇങ്ങനെ കുലുങ്ങും പോലെ തോന്നും, നല്ല തലകറങ്ങും പോലെ. ഹംദ് പേടിച്ചിട്ട് ഇതാ അതവിടെ പിടിച്ചൊക്കെ. സംഭവം എന്ന് വെച്ചാൽ അതനങ്ങുന്നൊന്നുമില്ല, പക്ഷേ ആ പുറത്തുള്ള ആ ഇല്യൂഷനില്ലേ അതാണ് നമുക്ക് ഒരു അനങ്ങുന്ന പോലെ തോന്നുന്നത്. ഇത് നിങ്ങൾ ഈ ഓണം ഫെയറിന് പോകുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണേ. പിന്നെ ഇതിനൊന്നും വേറെ പൈസ ഒന്നും വേണ്ടേ. നമ്മൾ ആ 150 രൂപയിൽ തന്നെ അത് പെട്ട്
ഇതിൽ ഞാൻ കുറച്ച് സമയം നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്കത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിന്. പിന്നെ ഇതാ ഓരോരോ ആൾക്കാരും കയറി വന്ന് അവർ ഓരോരുത്തരും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇത് കയറിയവർക്കൊക്കെ ഇത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടല്ല, ഓണം എക്സാം കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ പൂട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ മക്കളെയും കൂട്ടി ഇവിടത്തേക്ക് വിട്ടേ. അത്രയ്ക്കും അടിപൊളിയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്തൊക്കെയോ മേടിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ആ ഇല്യൂഷൻ ടണൽ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഈ പെറ്റ് സ്റ്റേഷനിലേക്കാണ്. അവിടെ ഈ ഓപ്പൺ സ്പേസ് ആയിട്ടാണ് നമ്മളെ ബേഡ്സിനൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലവ് ബേഡ്സ് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ കാണാത്തൊരു കാഴ്ച കണ്ടിട്ടുണ്ടായിന്, ഒരു റാബിറ്റ്. അതിപ്പോൾ എത്തുക, കുറച്ച് സമയം കഴിയുമ്പോൾ എത്തുക, നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇതൊക്കെ ഫുള്ള് നിങ്ങൾ പിന്നെ എന്താ പറയണ്ടേ, സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. സ്കിപ്പ് ചെയ്യാണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് കാണാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണോ, പിന്നെ നേരിട്ട് ഈ 150 റുപ്യക്ക് നിങ്ങൾക്ക് മുതലാവില്ലേ, പോയിട്ട് കാര്യമുണ്ടാ. പിന്നെ ഇത് മക്കൾക്ക് ഇതേ മീറ്റ് ദി ജയൻ്റ് സൽക്കാട്ട ആമ. ഈ ആമനെ കണ്ട, ആമനെ നോക്കി ഞാൻ, നല്ല ആമ തന്നെ. പിന്നെ ഈ പാമ്പ്, ഇത് പിന്നെ എല്ലായിടത്തും ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ട് അത് വലിയ പുത്തിരിയല്ല. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ മുയൽ വരുന്നു. ഈ മുയലിനെ ഞാൻ ആദ്യമായിട്ട് കാണിയാന്നേ. ഇത് കാണുമ്പോൾ നമ്മൾ പേർഷ്യൻ കയറ്റുന്ന ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ അതിൻ്റെ പേര് അങ്കോറ റാബിറ്റ് പോലും. നല്ല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിന് ഇഷ്ടമായിന്. അതിന് തൊടുമ്പോൾ നല്ല വെൽവെറ്റ് തൊടുന്ന പോലെ ഉണ്ടാവുമേ. അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ ആയിട്ടാകുമ്പോൾ ഇതാ മുറ്റത്തൊരു മൈനാന്ന് പറഞ്ഞാൽ ഒരു മൈനയല്ല, ബാക്കി 2 മൈനയുണ്ട്, അതുകൊണ്ട് ദുഃഖമില്ല. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇങ്ങനെ ഫുഡ്, ഐസ്ക്രീം, പോപ്കോണ് അതൊക്കെ ഉള്ള ഏരിയയിലാക്കാതെ. അപ്പോൾ വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കാം, അതിൻ്റെ മണത്താൽ കഴിച്ചു പോകും. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങുന്ന ഇതേപോലെ ഫർണിച്ചറിൻ്റെ ഒരു സെക്ഷനിലേക്കാണ്. പിന്നെ ഈ ഫർണിച്ചറൊന്നും എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അധികം അവിടെ കറങ്ങി തിരിഞ്ഞ് നിന്നില്ല. അവിടുന്ന് വേറെ എന്തൊക്കെയാണ് ഉള്ളിൽ നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇപ്പുറത്തോട്ടൊക്കെ അങ്ങനെ പോവേന്ന്. അപ്പോൾ ഇപ്പുറത്തോട്ടേക്ക് അങ്ങ് പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടോക്കെ. ഞാൻ കുറച്ച് സമയം മിണ്ടാണ്ടിരിക്കാം, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. ഇത് ആവി പിടിക്കുന്നത് സിമ്പിള്. എൻ്റെ അന്തു കണ്ട കളിക്കുന്ന സാധനത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഓന് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ച് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഓന് ഓരോന്ന് കാണുമ്പോൾ വേണം എന്ന് പറയുന്നത്. മറ്റേ ഊതിപ്പറപ്പിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ചു കൊടുത്താൽ കൊണ്ടുവന്ന് അകത്ത് അങ്ങനെ തന്നെ മറിക്കും. അത് തീർന്നാൽ എന്താ പണിയെടുക്കാന്ന് വെച്ചാൽ നമ്മൾ പാത്രം കയറുന്ന ഡിഷ് വാഷ് എടുത്തിട്ട് കലക്കും, മൊത്തത്തിൽ കച്ചറയാക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അത് മേടിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ഇപ്പുറത്തെത്തുമ്പോൾ ഇതാ നമ്മളെ ഫാൻസി, ഇഷ്ടം പോലെ ഫാൻസി ഐറ്റംസ് ഉണ്ട്, എല്ലാം അടിപൊളി. ഇതാ ഒരു മോളൊക്കെ ഉണ്ടാവും ആ സാധനം മേടിച്ചിട്ട് നടക്കുന്നു. പിന്നെ നമ്മളിതാ വീട്ടിലേക്കുള്ള കത്തി, കടാര, ചെമ്പ്, ഇരുമ്പ്, ഉരൽ എന്നെല്ലാം പറഞ്ഞ പോലെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഇത് ഞാൻ വൈഡിലാണ് എടുത്തത്, അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച പോലെ ഇത് കാണാൻ പറ്റുന്നില്ല. ഇത് കണ്ട, ഇതെന്ന് വെച്ചാൽ ഫുള്ള് ഇത് ഞാൻ കണ്ടിട്ട് അങ്ങനെ ആ വീഡിയോ എടുക്കാൻ കയറുന്നത് ഹാൻഡ് മെയ്ഡ്. അത് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ ചേച്ചിയും പറഞ്ഞ് ഇത് ഹാൻഡ് മെയ്ഡാണ്. ഇതെല്ലാം അടിപൊളി സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഹാൻഡ് മെയ്ഡ് ഐറ്റംസിനോട് താല്പര്യമുള്ളവർ, ഹാൻഡ് മെയ്ഡ് ഓർണമെൻറ്റ്സിനോട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വേഗം വിട്ടോ കണ്ണൂർ ഫെയറിലേക്ക്, ഓണം ഫെയറിലേക്ക്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ നമ്മളെ ഫാൻസിയും പിന്നെ കുറേ മിഠായി ഐറ്റംസ് അങ്ങനത്തെ. ഈ മിഠായി ഐറ്റംസ് കിട്ടില്ല എന്നാന്നേ. ഇവിടുന്ന് ഞാൻ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടതിനെ. ഇവരെന്നോട് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വീഡിയോ മാത്രം എടുക്കല്ല, നമുക്കോട് കുറച്ച് സാധനം കൂടി വാങ്ങുക, എന്നാലല്ലേ നമുക്കൊരു സന്തോഷമാവൂ. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോസും കൂടി എടുക്കാം, വീഡിയോസ് എടുത്താൽ ഇത് കണ്ടിട്ട് ഈ മിഠായിലും വേണ്ടവർ വരൂലേ, അന്നേരം നിങ്ങൾക്ക് സന്തോഷമാവില്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഈ ഉപ്പാപ്പ വേണ്ട എന്നോട് പറഞ്ഞു, മോളെ ഇതാ വറുത്തണ്ട്, ഇനി തിന്ന് നോക്ക്, ഒന്നിട്ടുണ്ടെന്നല്ല കോരി നിറച്ചും നമുക്ക് കോരി തന്നു. പക്ഷെ അങ്ങനെ ഇപ്പോൾ തെച്ചു അങ്ങനെ കോരി തന്നു വിചാരിച്ചിട്ട് അതുപോലെ തെച്ചു നമുക്ക് വാങ്ങാൻ കഴിയുമോ? അതിൻ്റെ അടുത്ത് കുറച്ച് ഞാൻ എടുത്ത് തിന്ന് നോക്കി. നല്ല ഉപ്പാപ്പ ഒരു പാക്കറ്റിന് 100 രൂപ എന്നോട് പറഞ്ഞത്. ഞെട്ടിക്കുന്ന അലുവയുണ്ട്, മലാല പുലാല, അവിടെ തേമുട്ടായി, വയനാട്ടിലെ തേമുട്ടായി, മലാല പുലാല, വയനാട്ടിലുണ്ടാകുന്ന സാധനം, വയനാട്ടിലുണ്ടാകുന്ന സാധനം.
ഇവിടെ കളിച്ച വയനാട് വരെ തേൻ കിട്ടും. അത് മാങ്കോയുടെ പൽപ്പ്, ജ്യൂസ് പച്ചക്കറിയുടെ പപ്പടം. ഇതെന്തെല്ലാം പച്ചക്കറിയാ? അത് വെളുത്തുള്ളി ഉണ്ട്, സവാളയുണ്ട്, അരിയുണ്ട്, ജീരകമുണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, റാഗി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാമായിട്ട് മിക്സ് ആണ്. ഇതെല്ലാം പപ്പടം. അപ്പൊ ഈ ഒരു പാക്കറ്റ് എത്ര? ഉഴുന്നവർക്ക് ഒരു പപ്പടത്തിന്റെ ടേസ്റ്റ് അല്ല. ഇതിലത്തെ ചവ്വരി വെച്ച് ഉണ്ടാക്കും. പിന്നെ ഇത് കണ്ട കരിപ്പട്ടി. ഈ കരിപ്പട്ടി ഞാൻ എവിടെ കണ്ടാലും മേടിക്കും. ഇത് നമ്മളെ ചുക്കാപ്പേര് തൊണ്ടവേദനക്കൊക്കെ നല്ലതാണ്. ഇതൊന്ന് പൊടിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് ഒരു കാപ്പിയാക്കി കുടിച്ചാൽ തൊണ്ടവേദന പമ്പ എടുക്കും. ഇത് ഫ്രഷ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ മുട്ടായിൻ്റെ ഇതാണ്. പിന്നെ ഇതാ നമ്മൾ എത്തിയത്. പിന്നെ ഇപ്പോൾ ഒരുപാട് തരം ചെരുപ്പുകൾ, പിന്നെ കുറേ തരം അച്ചാർ. ഈ അച്ചാർ എന്ന് വെച്ചാൽ നമ്മളെ നിങ്ങൾ വിചാരിക്കുമ്പോഴത്തെ അങ്ങനത്തെ അച്ചാർ ഇങ്ങനത്തെ ചെറുതാണ്. രാജസ്ഥാനി ഫേമസ് സ്പെഷ്യൽ പിക്കിൾസ്, രാജസ്ഥാനിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വരുന്ന പിക്കിൾസാണ്. ഇതിലൊരു പുളിയിഞ്ചി ഉണ്ടായിന്, അപാര ടേസ്റ്റ് കണ്ട. അച്ചാറും കാണുമ്പോൾ തന്നെ നമുക്ക് വായിന്ന് വെള്ളം വന്നു. അച്ചാർ എന്താണെന്നറിയില്ല അല്ലേ, നമ്മൾ കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരും. ഈ പുളിയിഞ്ചി അത് 1/4 കിലോന് 150 രൂപയാണ്. അപ്പം ഞാൻ അത് കുറച്ച് മേടിച്ചിട്ടുണ്ടായിനെ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് എത്തുമ്പോൾ ടേബിൾ ഷീറ്റ്, പിന്നെ കുറേ സ്പേസസ്, പിന്നെ എന്താ പറയേണ്ടത്, ഞാൻ വേറെ മേടിച്ച സാധനമാണ് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് ഇടാൻ വേണ്ടിയിട്ട്. ഈ വാഷിംഗ് മെഷീനിൽ ഇതിട്ടാൽ നമ്മൾ കൈനെ കൊണ്ട് ഇറക്കും പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നമ്മളെ തുണി നല്ല ക്ലീൻ ആവുമെന്നാണ് അവർ പറയുന്നത്. ഏതായാലും അതൊരു പാക്കിന് 100 രൂപ. അങ്ങനെ ഞാൻ അത് മേടിച്ചു. പിന്നെ ഞാൻ മേടിച്ചത് ഇതാണ്. ഇത് നമുക്ക് ഒരു അത്യാവശ്യമുള്ള സാധനമാണ്. അങ്ങനെ അത് മേടിച്ച്. പിന്നെ ഇത് ഹംദ ഓരോരോ ടോയ്സ് വേണമെന്ന് പറയുന്നത്. പക്ഷേ അതിന് കുറച്ച് മുന്നേ ഞാൻ ടോയ്സ് മേടിച്ചോളൂ. ഞാൻ അങ്ങനെ ചോദിക്കുന്നതെല്ലാം ഒന്നും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കില്ല, ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ കുറച്ചൊക്കെ ടോയ്സൊക്കെ ഞാൻ അവന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ നമ്മളിതാ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് എത്തി. അവിടെ എത്തിയിട്ട് അവൻ പറഞ്ഞ എനിക്ക് പൊട്ടാറ്റോ ട്വിസ്റ്റർ വേണമെന്ന്. അങ്ങനെ അവനക്ക് ഞാൻ പൊട്ടാറ്റോ ട്വിസ്റ്റർ മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു. അപ്പോൾ 100 രൂപയാണെന്ന് പറഞ്ഞാൽ അവരുടെ അവിടെ നിന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോയിട്ട് മസാല പൂരിക്ക് ഓർഡർ ചെയ്ത്. എൻ്റെ ഫേവറേറ്റാണ് ഈ മസാല പൂരി. ഇത് എവിടെ കണ്ടാലും എനിക്കൊന്ന് ടേസ്റ്റ് നോക്കണം. പിന്നെ ഈ കറി കണ്ട അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനത് തരുമ്പോൾ അവനോട് പറഞ്ഞ് അല്ല ഇവനെ ഇതിലെന്നാ പറയണ്ടേ, പ്ലേറ്റ് കോരി തിന്നാൻ തന്നെ കഴിയോ, അങ്ങനത്തെ ചെറിയ പ്ലേറ്റാണെന്നല്ല. അപ്പോൾ അത് കേട്ടിട്ട് ഓൻ എനിക്ക് വലിയ പ്ലേറ്റ് തന്നെ തന്നിട്ടുണ്ട്. വലിയ പ്ലേറ്റ് എന്ന് വെച്ചാൽ അടിയിലൊരു പ്ലേറ്റ് അങ്കോനും എടുത്ത് വെച്ച് തന്നു. പിന്നെ അവിടെ നിന്ന് നമ്മളിതാ ഒരു മൊജീറ്റൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതേപോലെ കുറേ ചോളം, കടലക്ക അതൊക്കെ പുഴുങ്ങുന്നതും ആക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിമിൻ്റെ സെക്ഷനാണ്. നമ്മൾ പൈസ കൊടുക്കാൻ തോക്കെടുത്തിട്ട് ബലൂൺ പൊട്ടിച്ചാൽ ഇന്ന സാധനം, പിന്നെ അതുപോലെ തന്നെ റിങ് എറിഞ്ഞിട്ട് കിട്ടുന്ന സാധനം, അങ്ങനെയൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ ഈ കുട്ടികൾക്കുള്ള ഗെയിം, വലിയവർക്കുള്ള ഇങ്ങനത്തെ ഇതിൽ നമ്മൾ കയറുന്നതിന് ഓരോന്നിനും ഓരോരോ റേറ്റാണ്. അതിൽ ഞാൻ ഹംദൂന ഒന്നിൽ കയറ്റിയിട്ടുണ്ടായിന്. അടുത്ത് കയറണം എന്ന് വേണ്ടി. പക്ഷെ കയറാൻ കാണിച്ചൊരു ഇത് എനിക്ക് കയറിയതിന് ശേഷം ഉണ്ടായിട്ടില്ല. കയറി അത് ഓണായതിന് ശേഷം നല്ല ഇറക്കുക എനിക്ക് മറ്റേൻ്റെ അകത്ത് കയറേണ്ടത്. ഞാൻ പറഞ്ഞില്ല 50 ഉറുപ്പ്യ കൊടുത്ത് കയറ്റിയതാണ്, ആ പൈസ കളയുന്നതിന്. നീ ഏതായാലും അത് കറങ്ങിയിട്ട് നീ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനത് അങ്ങനെ അവിടെ മുതലാക്കി വേറെ ഒന്നിൻ്റെ അടുത്തും കൂടി കയറ്റി. പിന്നെ ഇതാ ഇതിൽ എനിക്ക് പണ്ടേ കയറാൻ പേടിയാണ്. പിന്നെ ഇതാണ് നമ്മളെ ആകാശത്ത് പോയി ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയുന്നില്ലേ, ആ സംഭവം. അത് അവിടെ ഞാനിപ്പോൾ പോയ സമയത്ത് ആരും തന്നെ ആകാശത്ത് പോയി കഴിക്കുന്നുണ്ടായിട്ടില്ലേ. പിന്നെ ഇതാ ഈ രാത്രി സമയത്ത് ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇത് കറങ്ങുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല രസമില്ലേ, അതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സ്ഥിരം എല്ലാ റോഡ് സൈഡും മറ്റൊക്കെ കാണുന്ന കാഴ്ച തന്നെയാണ് അവരവിടുത്തെ ബലൂൺ വെക്കുന്നത്. പിന്നെ നമ്മൾ ഓണം ട്രേഡ് ഫെയർ സ്റ്റാർട്ടായത് ആഗസ്റ്റ് 7-നാണ്. അത് എപ്പോഴാണ് എൻഡാവാന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു ഡേറ്റ് നമ്മൾ കൺഫേം ചെയ്തിട്ടില്ല, 1 മാസമൊക്കെ ഉണ്ടാവുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുറത്തെത്തുമ്പോൾ ഇതാ ഒരു മോള് ബോൾ കളിക്കുന്നുണ്ട്. ആ ബലൂൺ ഇതെല്ലാം വിൽക്കുന്നവരെ അതെനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ കുറച്ച് സമയം അതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു. ആ കുഞ്ഞ് നല്ല കളിക്കും. അതിൻ്റെ ഇത്താത്ത വന്നിട്ട് അത് എടുത്തുകൊണ്ട് എന്തിൻ്റെ ആവശ്യമാണെന്ന് നോക്കി. ഓൾ കരയുന്നൊന്നുമില്ല.
റോഡി നിവോളം എന്തെല്ലാം മനസ്സിൽ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നല്ലേ പാവോ. പിന്നെ ഇതാ അത് ബോൾ എറിഞ്ഞ് കൊടുത്ത് പിന്നെ ഓളതായിരുന്നു കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഏതായാലും പുറത്തേക്ക് ഇറങ്ങി ഇനി മേടിച്ച സാധനങ്ങളുമായിട്ട് ഞാനും എൻ്റെ ഹംദും വീട്ടിലേക്ക് പോവുകയെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഇന്ന് പോയ സമയം മഴയില്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു മഴയൊക്കെ കുറഞ്ഞ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ പോയിക്കോ. ഇത് 3 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണാൻ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.